മാർക്കറ്റ് ഉണ്ടോ അത് നടക്കും. 100 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെങ്കിൽ അതിന് മാർക്കറ്റ് ഉണ്ട്, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ 1 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതിന് മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഐക്യു വെഞ്ചേഴ്സ് ഒരു സ്റ്റാർട്ടപ്പിനെ ഹയർ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താ? നമ്മൾ പ്രോബ്ലം മനസ്സിലായിട്ടാണ് നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് എന്ത് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരു സ്റ്റാർട്ടപ്പിന് ഓൺ ബോർഡ് ചെയ്യുമ്പോൾ നോക്കാറുള്ളൂ. ഒന്ന്, ആ ഓൺടർപ്രണറിന്റെ വിഷൻ. സോ ഹി വാണ്ട് ടു ബിൽഡ് എ 5 crore കമ്പനി ഓർ 500 crore കമ്പനി. അങ്ങനെ ചെറിയൊരു ഡ്രീമുള്ള ഒരാളില്ലെങ്കിൽ വിഷനുള്ള ഒരാളെ നമുക്ക് എന്ത് ചെയ്തില്ല, എത്ര റിസോഴ്സ് കൊടുത്താലും 500 crore കമ്പനി ആവുന്നില്ല. നേരെ മറിച്ച് 500 crore കമ്പനി വിഷനുള്ള ഒരാൾക്ക് ഇപ്പോൾ ഒന്നും അവന്റെ കയ്യിലില്ലെങ്കിൽ കൂടെ അവനെ കൊണ്ട് ഹി ക്യാൻ മേക്ക് ഇറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് തിങ് ഇതാണ്. രണ്ടാമത്തെ തിങ് ആ കമ്പനിയോടുള്ള പാഷനും പിന്നെ ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിൽ എത്ര സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുള്ള സ്കെയിലബിലിറ്റിയും ടെക്നിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ആസ്പെക്ട്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ ജഡ്ജ് ചെയ്യുന്നത്. ഫോർ മൈ എക്സ്പീരിയൻസ് ആൻഡ് മൈ പെർസ്പെക്ടീവ്, നമുക്ക് ഒരു സ്റ്റാർട്ടപ്പിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ സേ ദാറ്റ് ദിസ് കമ്പനി ഈസ് ഗോയിങ് ടു ഓൺ ദിസ് സക്സസ്. നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. നമ്മൾ ടിക്ടോക്ക് എക്സാമ്പിൾ, അങ്ങനത്തെ ഒരിക്കലും വിജയിക്കുന്നില്ല എന്ന് പറയുന്ന പല സ്റ്റാർട്ടപ്പുകളും. അപ്പൊ ഇതൊക്കെ നടക്കാമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മാർക്കറ്റ് ഉണ്ടോ അത് നടക്കും. 100 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെങ്കിൽ അതിന് മാർക്കറ്റ് ഉണ്ട്, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ 1 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതിന് മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ഇത് അതിലേക്ക് എത്തിക്കാനുള്ള ഓണ്ടർപ്രണർ, ഈ 2 കാറ്റഗറിയേ ഉള്ളൂ. ഈ 2 കാറ്റഗറിയാണ് എനിവൺ ക്യാൻ അപ്ലൈ ടു ദ ഇൻക്യുബേഷൻ പ്രോഗ്രാം.